ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. റിമാൻഡ് പ്രതിക്ക് VIP പരിരക്ഷ. ദൃശ്യങ്ങളുമായി മീഡിയ വൺ. TP വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന P മോഹനന് റെസ്റ്റോറന്റിൽ ഭാര്യയുമായി സംസാരിക്കാൻ പോലീസ് അവസരമൊരുക്കി. മോഹനനും KK ലതിക MLAയും കോഴിക്കോട് നഗരത്തിലെ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണാണ് പുറത്തുവിട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള സന എന്ന ഈ റെസ്റ്റോറന്റിൽ വെച്ചാണ് P മോഹനനും MLA ആയ ഭാര്യ ലതികയ്ക്കും പാർട്ടി പ്രവർത്തകർക്കും കൂടിക്കാഴ്ച നടത്താൻ പോലീസ് അവസരമൊരുക്കിയത്. 11 മണിക്കും 12നും ഇടയിലാണ് P മോഹനനും KK ലതിക MLAയും ഉൾപ്പെടെയുള്ളവർ റെസ്റ്റോറന്റിലെത്തിയത്. റിമാൻഡിൽ കഴിയുന്ന P മോഹനനെ വൈദ്യപരിശോധനയ്ക്കായാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ഇതിനുശേഷമാണ് പ്രാദേശിക പാർട്ടി നേതാക്കളുമായും ഭാര്യയുമായും കൂടിക്കാഴ്ച നടത്താൻ സൗകര്യമൊരുക്കിയത്. 2 പോലീസുകാരാണ് ഇവർക്കൊപ്പം ഹോട്ടലിനകത്ത് ഉണ്ടായിരുന്നത്. മറ്റൊരു മേശയിൽ മാറിയിരുന്ന് സംസാരിക്കുകയായിരുന്നു 2 പേരും. മീഡിയ വൺ സംഘം ഇവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് റെസ്റ്റോറന്റിൽ നിന്ന് ഇവർ പുറത്തിറങ്ങിയത്. TP വധക്കേസിലെ പ്രതികൾക്ക് VIP പരിഗണന കൊടുക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാവുന്നതിനിടെയാണ് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ മോഹനൻ മാസ്റ്റർക്ക് ഭാര്യയോടും പാർട്ടി അനുഭാവികളോടും സംസാരിക്കാൻ പോലീസ് തന്നെ അവസരമൊരുക്കിയത്. രാവിലെ 10:20 ജയിലിൽ നിന്നിറങ്ങിയ P മോഹനൻ മാസ്റ്റർ തിരിച്ചു ജയിലിലെത്തുന്നത് 12:30. ഭാര്യയ്ക്കും പാർട്ടി പ്രവർത്തകർക്കും കൂടിക്കാഴ്ച നടത്താൻ പോലീസ് അനുവദിച്ചത് 2 മണിക്കൂർ സമയം. ക്യാമറമാൻ ജയ്സൽ ബാബുവിനൊപ്പം സായ്കുമാർ, മീഡിയ വൺ. TP വധക്കേസിലെ പ്രതി P മോഹനനും ഭാര്യ KK ലതിക MLAയും റെസ്റ്റോറന്റിൽ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഗ്രേഡ് SI ഖാലിദ്, AR ക്യാമ്പിലെ ഹെഡ് കോൺസ്റ്റബിൾ അനൂപ്, പോലീസ് കോൺസ്റ്റബിൾ ഗണേഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മീഡിയ വൺ വാർത്തയെ തുടർന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. P മോഹനനും ഭാര്യയും റെസ്റ്റോറന്റിൽ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിച്ചു. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണോ എന്ന് സംശയമുണ്ടെന്ന് ചീഫ് വിപ്പ് PC ജോർജ് പ്രതികരിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച തിരുവഞ്ചൂർ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഒരു അണ്ടർ ട്രയൽ ആയിട്ടുള്ള ഒരു പ്രതിക്ക് കൊടുക്കാവുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ അപ്പുറത്ത് ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് മനസ്സിലായിട്ടുള്ളത് സുരക്ഷയ്ക്ക് പോയിട്ടുള്ള ഉദ്യോഗസ്ഥർ ചില വീഴ്ച വരുത്തി എന്ന് തന്നെയാണ്. അതിൽ ഒരു ASI അടക്കം 3 ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. അത് ഒരു കാരണവശാലും ഇതുപോലുള്ള നടപടികളിൽ ഒരു ലാഘവത്വം സാധ്യമല്ല. അതിനകത്ത് ഒരു അയഞ്ഞ സമീപനവും സാധ്യമല്ല. P മോഹനന്റെ സുരക്ഷാ ചുമതല സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നുവെന്ന് ADGP ശങ്കർ റെഡ്ഡി അറിയിച്ചു. വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് സിറ്റി പോലീസ് കമ്മീഷണറാണെന്നും ADGP കണ്ണൂരിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഈ മോഹനൻ മാഷ് ജയിലിൽ പോലീസിനാണ് വീഴ്ച പറ്റുന്ന ജയിൽ ADGP പറഞ്ഞിട്ടുണ്ട് സർ. അതിന്റെ കമ്മീഷണറാണ് അതിന്റെ ഡിസിപ്ലിൻ സംഭവം ഗുരുതരമായ കൃത്യവിലോപമാണെന്നും TP കേസ് അട്ടിമറിക്കുന്നതിന്റെ ലക്ഷണമാണെന്നും K സുധാകരൻ MP പറഞ്ഞു. ആഭ്യന്തരമന്ത്രിക്കാണ് ധാർമ്മിക ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അകത്ത് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പിഴവുകളെ കുറിച്ചൊക്കെ അതാത് സമയം ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിഴവിന്റെ വേരെവിടെയാണെന്ന് കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. അത് സർക്കാർ കണ്ടെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമേ ഉള്ളൂ. അത് നടത്തേണ്ടുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്, ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ്. ആഭ്യന്തര മന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം. ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ആ പിഴവ് കേരളത്തിലെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള ആളുകൾക്കാണ് അതിൻ്റെ അകത്തുള്ള ബാധ്യത. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണോ എന്ന് സംശയമുണ്ടെന്ന് പരിഹസിച്ച് ചീഫ് PC ജോർജ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നും ആരോപിച്ചു. എന്ത് പറയാനാ ഇതൊക്കെ? കേരളത്തിൽ ആരാ ഭരിക്കുന്ന രാജ്യം? എനിക്ക് തോന്നുന്നു ഇപ്പോൾ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നെനിക്കൊരു സംശയമുണ്ട്. അതേ ലതിക തന്നെയാണോ ആഭ്യന്തരമന്ത്രി എന്ന് സംശയമുണ്ട്. എനിക്ക് സംശയിക്കാതിരിക്കാൻ പറ്റുമോ? വീഴ്ചയിലും മര്യാദകടല്ലേ ഇത്? റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ ഭാര്യയോടൊപ്പം റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സുഖമായിട്ട് സന്തോഷിക്കാനും വർത്തമാനം പറയാനും അവസരം ഉണ്ടാക്കി കൊടുക്കുക, അത് നിയമവിരുദ്ധമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. P മോഹനനുമായി നടത്തിയ കൂടിക്കാഴ്ച നിയമലംഘനമാവില്ലെന്ന് KK ലതിക MLA പറഞ്ഞു. കൂടിക്കാഴ്ച നടക്കുമ്പോൾ പോലീസ് ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച നിയമലംഘനമാവില്ല.
ഇന്ന് ചികിത്സക്ക് ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടറെ കാണിച്ച് അവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങളും അവിടെ വരെ പോയി. അത്ര തന്നെ. പോലീസുകാർ ഭക്ഷണം വാങ്ങി കൊടുക്കുന്ന സമയത്ത് ഞങ്ങളും അവിടെ പോയി. അതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. 2 പോലീസുകാർ എല്ലാ സമയത്തും 3 പോലീസുകാർ മോഹൻ മാഷ് ഒന്നിച്ച് തന്നെ 3 പോലീസുകാരുണ്ട്. വേറെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ തെരുവിലിറങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. തിരുവഞ്ചൂരിന്റെ രാജി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട്ട് പ്രകടനം സംഘടിപ്പിച്ചു. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ കോൺഗ്രസ് MP കെ സുധാകരൻ തിരുവനന്തപുരത്ത് നിന്ന്, RMPയുടെ നേതാവ് N വേണു കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, MV ജയരാജൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ കെ സുധാകരൻ, ഇന്നുണ്ടായിട്ടുള്ള സംഭവം ചട്ടലംഘനം എന്നതിനപ്പുറത്ത് ഇത് ആഭ്യന്തര വകുപ്പും CPIM തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു അഭിപ്രായം കെ സുധാകരനുണ്ടോ? എനിക്ക് ഈ സംഭവത്തെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ 4 വരി പരിശോധിച്ചാൽ നമുക്കറിയാം പോലീസിന്റെ നിലപാട്, ഗവൺമെന്റിന്റെ നിലപാട് ഈ കേസിന്റെ അകത്ത് വളരെ സുതാര്യമായിരുന്നു. വളരെ കഴിവുള്ള കേരളത്തിലെ പോലീസ് സേനയിൽ വളരെ കഴിവുള്ള സീനിയർ ഓഫീസർമാരെയാണ് ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിച്ചത്. പക്ഷേ ഇതിന്റെ അകത്തും ഈ അന്വേഷണ സംഘത്തിന്റെ അകത്തും അന്നേ ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള, നിങ്ങൾക്കറിയാലോ കേരളത്തിലെ പോലീസിന്റെ അകത്ത് ഏറ്റവും രാഷ്ട്രീയമായ വിഭാഗീയതയുള്ള സേനയാണ് കേരള പോലീസ്. CPMന്റെ പൊളിറ്റിക്കൽ ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഒരു പോലീസ് സേനയുണ്ടെങ്കിൽ അത് കേരളമാണ്. അപ്പോൾ പലപ്പോഴും ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഫ്രാക്ഷൻ നമുക്കറിയാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലേറിന്റെ മുമ്പിലും ആ പൊളിറ്റിക്കൽ ഫ്രാക്ഷന്റെ പ്രവർത്തനം വളരെ സുവ്യക്തമായി DGP പോലും സമ്മതിച്ചു എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫ്രാക്ഷൻ ഉള്ള പോലീസിന്റെ അകത്ത് ഈ അന്വേഷണ സംഘത്തിലും അതിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പരസ്യമായ രഹസ്യമാണ്. അന്വേഷണത്തിന്റെ വരുന്ന 4 വരികളിൽ ഒരു ചില പോരായ്മകളും ചില പാഴപ്പണികളും വന്നതൊക്കെ ഹയർ ഉദ്യോഗസ്ഥൻ, മേലുദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടാതെ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത പാഴപ്പണികളാണ്. ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ആരംഭം മുതൽ ഈ കേസ് TP ചന്ദ്രശേഖരൻ കേസ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. രണ്ടാമത് ഞാൻ ഈ CBI അന്വേഷിക്കണം എന്ന് പറയാനുണ്ടായ കാരണം ഈ കേസിന്റെ അകത്ത് സെക്കൻഡ് ഫേസ്, ഇപ്പോ ഗവൺമെന്റ് പറയുന്ന, ആഭ്യന്തര വകുപ്പ് പറയുന്ന സെക്കൻഡ് ഫേസ് അന്വേഷണം കൊല്ലിച്ചവന്റെ നേർക്കുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം പോകുമ്പോ കേരളത്തിലെ പോലീസിലെ ഒരു വകയുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ആ അന്വേഷണം സത്യസന്ധമായും ആത്മധൈര്യത്തോടെയും കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധം അതിന്റെ അകത്ത് പ്രതികൾ പ്രഗത്ഭന്മാരാണെന്നറിയാം. അതുകൊണ്ട് ആരോടും വിധേയത്വമില്ലാത്ത ഒരു CBI അന്വേഷിക്കട്ടെ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനുണ്ടായ കാരണം അതാണ്. ഈ സംഭവത്തിന്റെ അകത്ത് ചട്ടലംഘനമുണ്ട്. പോലീസ് ഈ എസ്കോർട്ട് പോയ പോലീസുകാർക്ക് ആർക്കാണ് അറിയാത്തത്? ഒരു തടവുകാരനെ ഭാര്യയുമായി സന്ധിക്കാൻ ഹോട്ടലിൽ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലെന്ന് അറിയാത്ത പോലീസുകാരനുണ്ടെങ്കിൽ, കാക്കി ഉടുപ്പിട്ട ഒരു പോലീസുകാരൻ കേരളത്തിൽ ഉണ്ടെങ്കിൽ കേരളത്തിലെ പോലീസിന് ആ പോലീസുകാരുടെ അപമാനാണ്. അപ്പൊ ചട്ടലംഘനം അറിഞ്ഞുകൊണ്ട് നടത്തി എന്ന് പറയുന്ന പോലീസുകാരന്റെ പൊളിറ്റിക്കൽ ലീനിയൻസിയാണ് ഇതിന്റെ അകത്തെ പ്രശ്നം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പൊളിറ്റിക്കൽ CPMന്റെ ഫ്രാക്ഷൻ കമ്മിറ്റി അംഗത്തിൽപ്പെട്ട പോലീസുകാരാണ് ഈ സന്ദർഭം ഉണ്ടാക്കിയത്. അതിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഇടതുപക്ഷവുമായി ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് പറയുന്ന വാദത്തോട് എനിക്ക് അശേഷം യോജിപ്പില്ല. സുധാകരൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ N വേണു, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നതിന്റെ സൂചന വളരെ വ്യക്തമായി തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ സുധാകരനും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇന്ന് PC ജോർജിന്റെ പ്രസ്താവനയും അതോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. നേരത്തെ സുധാകരൻ പറഞ്ഞിരുന്നത് ഈ രീതിയിലുമല്ല. 1ാം ഘട്ടം ഈ രീതിയിൽ ആക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്ന് സുധാകരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. CBI അന്വേഷണം വന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് കൊല്ലിച്ചതെന്നും CPMന്റെ പങ്കും ഉന്നത നേതാക്കൾ കുടുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ ഫ്രാക്ഷനെ കുറിച്ചാണ്, പോലീസിനകത്തെ ചില നീക്കങ്ങളെക്കുറിച്ചാണ്. ആഭ്യന്തര വകുപ്പിനെ നേരിട്ട് കുറ്റപ്പെടുത്താതെയാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിലപ്പുറം ചില ഒത്തുതീർപ്പുകൾക്ക് വിധേയമാകുന്നു എന്ന ചർച്ച ആദ്യം മുതലേ വരുമ്പോൾ ഇന്ന് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ അത് വ്യക്തമാവുകയല്ലേ ചെയ്യുന്നത്? ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പല സന്ദർഭങ്ങളിലും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
അതിൻ്റെ ഏറ്റവും ഒടുവിലാണിപ്പോൾ പി മോഹൻ മാസ്റ്ററുടെ ഭാര്യയും MLA-യുമായ ലതികയ്ക്കും അതുപോലെ CPM-ൻ്റെ നേതാക്കന്മാർക്കും ഒരു സ്വകാര്യ റെസ്റ്റോറൻറ്റിൽ വെച്ച് ചർച്ച നടത്താൻ വേണ്ടിയുള്ള സൗകര്യം പോലീസ് ഒരുക്കി കൊടുത്തത്. ഒരുപക്ഷെ പോലീസും അതുപോലെ ജയിൽ അധികൃതരും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരം സൗകര്യങ്ങൾ ചെയ്യുന്നു. അതിന് ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നതാണ് വീണ്ടും ഇത്തരമൊരു പ്രവണത പോലീസിൻ്റെ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രശേഖരൻ കേസ് കേരളത്തിലെ സമാനതകളില്ലാത്ത ഒരു കേസാണ്. അതിൽ കുറേ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണ ഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് പി മോഹനൻ ഉൾപ്പെടെ ഉള്ള ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞ 1.5 വർഷമായി റിമാൻഡിൽ കഴിയാനും ഇടയാകുന്ന സാഹചര്യം ഒരുക്കിയത്. പക്ഷേ പി മോഹനനപ്പുറം ഈ കേസ് അന്വേഷണം ഇല്ലാതാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഞാനൊന്ന് ഇടപെടട്ടെ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന കെ സുധാകരനും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജും രണ്ട് സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. PC ജോർജ് പറയുന്നത് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും CPI-ഉം തമ്മിലുള്ള ഒത്തുകളിയാണ് ഇന്ന് മീഡിയ വൺ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നതെന്ന് PC ജോർജ് പറയുന്നു. കെ സുധാകരന്റെ ആരോപണം കുറച്ചുകൂടി ഷാർപ്പ്നെസ് കുറഞ്ഞതാണ്. കാരണം അദ്ദേഹം പറയുന്നത് പോലീസ് ഫോഴ്സിനകത്തെ പോലീസുകാർക്കിടയിൽ CPI-നോട് ചായ്വുള്ള അതിൻ്റെ ഒരു ഫാക്ഷൻ അതിനകത്ത് ലീനിയൻസി കാണിക്കുന്നുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ചയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു സൗകര്യമോ ആണ് ഇന്നുണ്ടായിട്ടുള്ള പ്രശ്നമെന്നാണ്. ഇത് രണ്ടിൽ ഏത് ഭാഗത്താണ് RMP നിൽക്കുന്നത്? ഇത് രണ്ടിൽ ഏത് ഭാഗത്ത് എന്നതല്ല പ്രശ്നം. ഞങ്ങൾ ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കേസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ഏറ്റവും സുതാര്യമായ രൂപത്തിൽ അന്വേഷണം ഒരു പരിധിവരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ പരിധി എന്ന് പറയുന്നത് പി മോഹനൻ മാസ്റ്റർ എത്തിയപ്പോൾ അത് എവിടെ നിന്നോ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പി മോഹനൻ അങ്ങോട്ട് ഈ കൊല്ലിച്ച രാഷ്ട്രീയ നേതൃത്വത്തെ കണ്ടെത്താൻ വേണ്ടി CBI ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ CBI അന്വേഷണം എന്ന് പറയുമ്പോൾ ലാവ്ലിൻ കേസിനെ സംബന്ധിച്ച് CBI-യുടെ നിലപാടുകൾ സംബന്ധിച്ച് RMP ഈ കേസിൽ CBI-യുടെ അന്വേഷണം വേണം എന്നാവശ്യപ്പെടാനുണ്ടായ യഥാർത്ഥ കാരണം പാർട്ടിയിലെ ഉന്നതർക്ക് ഈ കേസുമായി ബന്ധമുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ നിലവിലെ പോലീസ് അന്വേഷണം കൊണ്ട് സാധിക്കില്ല എന്നതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ മുഴുവൻ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല എന്ന ആശങ്ക കൂടി RMPക്കുണ്ട് എന്ന് പറയുമ്പോൾ PC ജോർജ് മറുഭാഗത്ത് ഉന്നയിക്കുന്ന ആക്ഷേപം, അതായത് തിരുവഞ്ചൂരും CPI-ഉം തമ്മിൽ ബന്ധമുണ്ട്, ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപത്തെ കൂടി RMP അംഗീകരിക്കുകയാണ്. അല്ല, ഇതിൽ ഈ പി മോഹനൻ മാസ്റ്ററിൽ അന്വേഷണം വഴിമുട്ടിയത് CPM-ൻ്റെ 10 MLA-മാരുടെ സംഘം അനുവാദമില്ലാതെ, യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ കോടതിയുടെ അനുവാദമില്ലാതെ കാണാനും സംസാരിക്കാനും കഴിയുന്ന രൂപത്തിൽ അവിടെ ഉപരോധം ഏർപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇടപെടാനും പി മോഹനെ സംസാരിക്കാനുള്ള സാഹചര്യം പോലീസിലെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് നടന്നിട്ടുള്ളത്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണോ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശമാണോ എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളിപ്പോൾ പറയുന്നില്ല. കാരണം ഈ കേസിൻ്റെ ഈ പി മോഹനൻ വരെയുള്ള അന്വേഷണ ഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ 1ാം ഘട്ടം വളരെ കൃത്യമായി ഏറ്റവും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ, അതേപോലെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ എല്ലാം ഒത്തുചേർന്നപ്പോൾ പി മോഹനൻ വരെ ഈ കേസിൻ്റെ അന്വേഷണം സുതാര്യമായി നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ അവിതർക്കിതമാണ്. പക്ഷേ അതിനപ്പുറം കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലിച്ച ആളുകളെ അതിൻ്റെ ഉന്നത നേതൃത്വത്തെ കണ്ടെത്തുക എന്ന് പറയുന്ന ഏറ്റവും സാഹസികമായ ഒരു അന്വേഷണം കേരള പോലീസിന് പരിമിതികളുണ്ട് എന്നത് നേരത്തെ ആ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് CBI പോലുള്ള ഒരു ഉന്നത അന്വേഷണ സംഘം ഇതിന്റെ തുടരന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ ശ്രീ കെ സുധാകരൻ, അതുകൊണ്ട് തന്നെയാണോ താങ്കളും CBI അന്വേഷണം എന്ന ആവശ്യം ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചത്? ഇപ്പോൾ ഈ അന്വേഷണം അവസാനിപ്പിച്ചതിന്റെ, അന്വേഷണം ഈ നിലയ്ക്ക് പോയതിന്റെ പ്രശ്നം എന്താണ് എന്ന് പിന്നീട് വെളിപ്പെടുത്താം എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. എന്താണ് അത്? ഇപ്പോൾ താങ്കൾക്ക് അത് വെളിപ്പെടുത്താനാവുമോ? ഞാൻ പറഞ്ഞതിനെ രണ്ടും കൂടെ ഒരുമിച്ച് കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഇന്നിപ്പോ ഇത് പോലീസ് പൊളിറ്റിക്കൽ ഫ്രാക്ഷന്റെ പ്രവൃത്തിയുടെ ഭാഗമാണ് എന്ന് പറയുന്നത് ഇന്നത്തെ ലതയുടെ മോഹൻ മാഷെ, അദ്ദേഹത്തിന്റെ ഭാര്യ ലത, അദ്ദേഹം അവർ കണ്ട സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
അതല്ലാതെ മൊത്തം ഈ കേസിന്റെ അകത്തുള്ള പൊളിറ്റിക്കൽ ഫ്രാക്ഷനെ കുറിച്ചല്ല. എനിക്കതിനകത്ത് സുവ്യക്തമായ അഭിപ്രായം ആരംഭം മുതൽ അവസാനം വരെയുണ്ട്. ആ അഭിപ്രായത്തിൽ വെള്ളം ചേർക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് എന്റെ നിലപാട് അറിയുന്ന ആളുകൾക്കൊക്കെ കെ സുധാകരൻ ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. എൻ വേണു ഇവിടെ പറഞ്ഞത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 1ാം ഘട്ട അന്വേഷണം വളരെ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് സുതാര്യമായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്നാണ് താങ്കളുടെ നിലപാട്. ആ അന്വേഷണം അബ്രപ്റ്റായിട്ട് നിർത്തിയതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അവസരം വരുമ്പോൾ വെളിപ്പെടുത്തുമെന്നാണ്. അത് വെളിപ്പെടുത്താനുള്ള യഥാർത്ഥ ശരിയായ അവസരം ഇതല്ലേ? ഒരിക്കലും ഇതല്ല. ആ അവസരം ഉണ്ട്, അവസരം ഉണ്ടാവും. ഇനി അങ്ങോട്ടുള്ള ഗവൺമെന്റിന്റെ ഈ കേസിനോടുള്ള അവരുടെ സമീപനം എന്ത് എന്ന് നോക്കിയിട്ടേ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുള്ളൂ. എങ്കിൽ മാത്രമേ അഭിപ്രായം ശരിയാകുള്ളൂ. ഒരു മുൻവിധിയോട് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ എനിക്ക് ചില അഭിപ്രായങ്ങൾ ആ കാര്യത്തിലുണ്ട്. ഒന്നാമത്തെ ഒരു രണ്ട് തട്ടിൽ ഈ കേസ് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ക്രിമിനൽ കേസിനെ കുറിച്ച് അറിയുന്ന എല്ലാ ആളുകളും പറയുന്നത്. അത് എന്റെ അഭിപ്രായവും അതാണ്. 2 തട്ടായി, 2 ചാർജ് ഷീറ്റ്, 2 സന്ദർഭങ്ങളിലായി ഈ കേസ് നടത്തേണ്ടുന്ന കാര്യമില്ല. അന്വേഷണത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരൊറ്റ തട്ടിൽ അന്വേഷണം നടത്തി അത് പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. അത് സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ് എന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഈ കേസിന്റെ 1ാം ഘട്ടം അബ്രപ്റ്റായിട്ട് നിർത്തിയതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ ആയിരിക്കാം താങ്കൾക്ക് പറയാനുള്ളത്. അങ്ങനെ താങ്കൾ പറയുമ്പോൾ, ഇതിന്റെ കാരണങ്ങൾ എനിക്കറിയാം എന്ന് താങ്കൾ പറയുമ്പോൾ, അത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടോ അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഇതിൽ നടത്തി ഇടപെടലോ ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ചില കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത്. എൻ വേണുവിന് പക്ഷേ ആ സംശയമില്ല. അദ്ദേഹം പറയുന്നത് അതിന്റെ 1ാം ഘട്ടം ശരിയായ രീതിയിൽ അന്വേഷിച്ചു എന്നാണ്. ഞാൻ വേണുവിന്റെ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തനാണ്. ആ 1ാം ഘട്ടത്തിലും ഒരുപക്ഷെ വേണുവിന്റെയോ മറ്റുള്ളവരുടെയോ ശ്രദ്ധയിൽപ്പെടാത്ത പിഴവുകൾ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ക്രിമിനൽ കേസിന്റെ അന്വേഷണ ഗതിയെക്കുറിച്ച് വളരെ സുവ്യക്തമായി അറിയാവുന്ന ആളുകൾക്കറിയാം. ഈ അന്വേഷണത്തിൽ ഉന്നതന്മാരിലേക്ക് കടന്നുപോകാൻ സാധിക്കുമായിരുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സാക്ഷികളെ ഒഴിവാക്കിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സമ്മർദ്ദത്തിന്റെ പുറത്താണ്. അത് പല വ്യക്തികളുടെയും ഇടപെടലിലൂടെയാണ്. അതിന് അന്നത്തെ പോലീസിന്റെ ഉന്നത തലത്തിൽ നിന്ന് അതിനനുകൂലമായ പച്ചക്കൊടി കാട്ടിയിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന് പക്ഷേ വേണു അതുവരെ 1ാം ഘട്ടം മോഹനൻ മാസ്റ്റർ വരെയുള്ള അന്വേഷണം കുറ്റമറ്റ രീതിയിൽ പോയി എന്ന് പറയുന്ന വേണുവിന്റെ വാദത്തോടും എനിക്ക് യോജിപ്പില്ല. അതിന്റെ അകത്തും പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അത് ആരെ ബോധ്യപ്പെടുത്തേണ്ടുന്ന അവസരത്തിൽ അത് ബോധ്യപ്പെടുത്താം. അതിന് ഉത്തരവാദപ്പെട്ട ഫോറത്തിലോ വേദിയിലോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട വ്യക്തികളോ പറയേണ്ടുന്ന കാര്യമാണ്. അത് അങ്ങാടിപ്പാട്ടാക്കേണ്ടുന്ന വസ്തുതയല്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാത്തത്. ശ്രീ പി സി ജോർജ് ഇപ്പോൾ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു, ഗവൺമെന്റ് ചീഫ്. ശ്രീ പി സി ജോർജ്, എൻ വേണുവിനുള്ളതിനേക്കാൾ സംശയങ്ങളാണ് കെ സുധാകരനുള്ളത്. താങ്കളും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് അത് വളരുന്നു. വളരുന്നോന്നല്ല, വളർന്നല്ലോ. വളരുന്നോന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? വളർന്നു. സത്യത്തിൽ അപമാനകരാണ്. എന്താണ് നടക്കുന്നത് ഈ രാജ്യത്ത്? എന്ത് നടക്കുന്നു? ജനങ്ങള് കണ്ണു തള്ളി നോക്കി നിൽക്കുകയല്ലേ. UDF LDF ഒന്നും ഇല്ലെന്ന്. ഇങ്ങനെ രാഷ്ട്രീയ കച്ചവടത്തിന് LDFന്റെ UDFന്റെ സാധാരണക്കാർ പ്രവർത്തകർ ഉത്തരവാദിയാണോ? TP എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ, ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരൻ, സ്വാഭാവികമായി പാർട്ടിയുടെ വിഭാഗീയതയിൽ ഒരു ഭാഗത്തിന്റെ ഭാഗത്ത് നിന്നവനെന്തെങ്കിലും അദ്ദേഹത്തെ വകവരുത്തി. അതെല്ലാവർക്കും അറിയാൻ ബോധ്യമുണ്ടൊരു തർക്കം ഇവിടെ ഇല്ല. കൊല ചെയ്തു. ആ കൊല നിഷ്ഠുരമായി പോയി. കൊലപാതകം പാടില്ലായിരുന്നു. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിക്കണമെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ യഥാർത്ഥ പ്രതികൾ വരണം. കണ്ണൂർ മേഖലയിൽ നമുക്കറിയാം ഈ ഇനങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നും യഥാർത്ഥ പ്രതികൾ വരാറില്ല. കൊട്ടേഷൻ വന്ന് കൊന്നിട്ട് പോവും. പാർട്ടി പ്രവർത്തകർ പ്രതിയായി വരും. സാക്ഷി അവസാനം കൂറുമാറും. കേസ് വെറുതെ വിട്ടു. ഇതാണ് പാരമ്പര്യം. അതിന് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും BJP മാത്രം കുറ്റപ്പെടുത്തുന്ന എല്ലാവരും തുല്യ ഉത്തരവാദിത്വമല്ല വഹിച്ചിട്ടുള്ളത്. ശ്രീ പി സി ജോർജ്, ഒരു റിമാൻഡ് പ്രതിയെ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നതിൽ ചട്ടലംഘനമോ അസ്വാഭാവികതയോ ഉണ്ടോ? ഇനി നമ്മൾ പറയുന്നത് KK ലതിക MLA അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയെന്നതാണ്. ഇത് ഈ പ്രത്യേക സന്ദർഭത്തിൽ, ഈ സംഭവത്തിൽ അത് പോലീസ് ഫോഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് എന്ന നിലപാടാണ് കെ സുധാകരനുള്ളത്.
അതേസമയം താങ്കൾ ആദ്യം തന്നെ പ്രതികരിച്ചത് ആഭ്യന്തരമന്ത്രിയും CPIM-ഉം തമ്മിലുള്ള ഒത്തുകളിയാണിതെന്നാണ്. അങ്ങനെ ആരോപിക്കാനുള്ള എന്ത് ന്യായമാണ് PC ജോർജിനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ ഒത്തുകളി, ഞാൻ പച്ചയ്ക്ക് പറയുമ്പോൾ എനിക്ക് ഒത്തുകളി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ കേസിന്റെ ചാർജ് സുധാകരൻ പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വസ്തുതകൾ. ഈ കേസ് CBIക്ക് പോകണമെന്ന് രമ പറഞ്ഞു. അന്വേഷണം CBI കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമല്ല, ഇപ്പോൾ തന്നെ 90 ദിവസം മുമ്പ് കേസ് അറിയില്ലെങ്കിൽ മറ്റ് പ്രതികളെല്ലാം ജാമ്യത്ത് പോകുമെന്നും പറഞ്ഞ് ഈ ആഭ്യന്തരമന്ത്രി നേരിട്ട് രമയെ മുറി അടച്ചിട്ടിരുന്ന് ബോധ്യപ്പെടുത്തി ആ പാവപ്പെട്ട സ്ത്രീയുടെ അനുവാദത്തോടെയുള്ള കേസ് അറിയത്. ആ കേസ് അറിഞ്ഞിട്ട് അതിനെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടുപോയില്ല. ഇങ്ങനെ യഥാർത്ഥ പ്രതികളല്ല, അവർ കുറ്റക്കാരല്ലാതെ കോടതി പ്രതിയെ കണ്ടെത്തി സാക്ഷിമൊഴിയില്ലാതെ വെറുതെ വിടുന്ന ഗതികേടുണ്ടാൽ അതോടെ തന്നെ ആ കേസിന്റെ ഗ്രേസ് പോയില്ലേ. ഇനി ആ മജിസ്ട്രേറ്റിന് തന്നെ സ്വയം ഇത് കൊലപാതകമാണല്ലോ എന്ന് വിചാരിച്ച് ശിക്ഷിച്ചു, അത്രയല്ലേ ഉള്ളൂ. ആ നിലയായി പോയില്ലേ. എന്നിട്ട് അതിനകത്ത് ഒരു പ്രതിയെ കൊണ്ടിരുന്നു, പ്രതിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നു, ഭാര്യയെ കാണാൻ അനുവദിക്കുന്നു. ഇതൊക്കെ ചുമ്മാ അൺഎക്സ്പെക്ടഡ് ചുമ്മാ നടന്നെന്ന് ആരോടാണ് പറയുന്നത്? കേരളത്തിലെ പോലീസുകാരങ്ങ് ധൈര്യപ്പെടുമോ? എല്ലാ കേസിലും നിന്നും എല്ലാ ചെറിയ കേസിൽ പോലും ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരിക്കുമ്പോൾ അങ്ങനെ അറിയാതെയാണ് ഇതെന്നൊക്കെ ആരോടാ പറയുന്നത്? MLA ആണ് ലതിക, അവരുടെ ഭർത്താവാണ്. അവർക്ക് ഭർത്താവിൽ നിന്ന് കാണണമെന്ന് മോഹം തോന്നി, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള മാനുഷിക പരിഗണന ബഹുമാനോട് മന്ത്രി കാണിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ അവിടെ ചാനലും കൊണ്ട് ചെല്ലുന്നു, ഇത് മുഴുവൻ ജനങ്ങളെ അറിയിക്കുന്നു മന്ത്രി ഓർത്തോ അല്ലെങ്കിൽ ലതിക ഓർത്തോ? അത് അബദ്ധം പറ്റി. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കാണിക്കാൻ പോയി? അതുകൊണ്ടല്ലേ ജനം ഇതൊക്കെ അറിയുന്നത്, സത്യം മനസ്സിലാക്കുന്നു. നിങ്ങൾ ചാനലുകാർ ഈ പണിയൊക്കെ നിർത്തി ചുമ്മാ ഇരിക്കുന്നേ. അപ്പോൾ ഒരു പ്രശ്നവും ഈ രാജ്യത്തുണ്ടാകുകയില്ല. ഇതിപ്പോ നിങ്ങൾ പോയി കണ്ടുപിടിച്ചില്ല വല്ല കുഴപ്പമുണ്ടോ? മന്ത്രിക്ക് കുഴപ്പമില്ല, പോലീസിന് കുഴപ്പമില്ല, ലതികയ്ക്ക് കുഴപ്പമില്ല, മോഹൻ മാഷക്ക് കുഴപ്പമില്ല. എന്ത് സന്തോഷം, സുഖം, കുശി കേട്ടിട്ടില്ലേ? അങ്ങനെ പോകാമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇറങ്ങി ഇതൊക്കെ പുറത്ത് ജനങ്ങളെ അറിയിക്കുക. ഇതൊന്നും ജനം അറിയാതിരുന്ന് എന്ത് സുഖമായിട്ട് പോകാമെന്നേ. കുറെ പുഴുക്കൾ ഇങ്ങനെ കിടക്കല്ലേ കേരളത്തിൽ. 3,31,00,000 പുഴുക്കളുണ്ട്. അതിനകത്ത് വല്ല 1 ലക്ഷം 2 ലക്ഷമാണ് ഇതുപോലെ വലിയ സമ്പന്നന്മാർ. തിരിച്ചു വരാം താങ്കളിലേക്ക്. KK രമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രമ, ഈ കേസ് എങ്ങോട്ട് പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളാണ് RMP ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കും ഇതേ സംശയം ഉണ്ടായിരുന്നു. ഇന്ന് മീഡിയ വൺ പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അപകടകരമായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് ലഭ്യമാവുന്നത്. ഈ അന്വേഷണം തൃപ്തികരമാവുമെന്നും നീതി ലഭിക്കുമെന്നും ഇപ്പോൾ തോന്നുന്നുണ്ടോ? അല്ല, വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കോടതിയുടെ പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള നിരന്തരമായ വീഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പ്രതികൾക്ക്, റിമാൻഡ് പ്രതികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കോടതികളും സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൾക്കെല്ലാം ഏതൊക്കെ രൂപത്തിൽ സൗകര്യങ്ങൾ കിട്ടുന്നു അതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ശ്രീമതി KK രമ, ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ നിരീക്ഷണത്തിൽ നടന്ന അന്വേഷണത്തിൽ വിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് രമ ഇതിനു മുൻപ്. അങ്ങനെയുള്ളപ്പോൾ ഇന്നിപ്പോൾ മോഹനൻ മാസ്റ്റർ പുറത്തിറങ്ങി MLA-യുമായി ഹോട്ടലിൽ കാണാനിടയായ സംഭവത്തെ ആഭ്യന്തരമന്ത്രിയുടെ അറിവോടുകൂടി നടന്ന ഒരു നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ട് നടന്ന ഒരു സംഭവമായി കാണുന്നുണ്ടോ? അല്ല, ഇതിൽ ഏതൊക്കെയോ തരത്തിൽ ആലോചന നടന്നിട്ടത് ആഭ്യന്തരമന്ത്രിയാണോ അല്ലെ ഏത് തലത്തിലാണ് ഇതിന്റെ അറിവ് നടന്നതെന്ന് നമുക്ക് പറയാമല്ലോ. അത് കൃത്യമായി അന്വേഷണം നടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത് ഈ സംഭവം, ഈ വീഴ്ച ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഏതായാലും 2 or 3 ഉദ്യോഗസ്ഥന്മാര് അറിഞ്ഞുകൊണ്ട് ആണ് ഇത് നടന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം വെച്ചാൽ ഒരു MLA-ക്കാണ്, ഒരു ജനപ്രതിനിധിക്കാണ് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. അത് നേരത്തെ പ്ലാൻ ചെയ്യാതെ അത് ഇങ്ങനെയുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയില്ല. റെസ്റ്റോറന്റിൽ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അത് പ്ലാൻ ചെയ്തുകൊണ്ടാണ്, അത് ഉന്നതരായ ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് എന്നത് വളരെ വ്യക്തമാണ്. കൊണ്ടുപോയ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഇത് പരിചാരിയതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല. അതിൽ വേറെ ഏതൊക്കെയോ തലത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് MLA എന്ന നിലയ്ക്ക് കാണിച്ചിരിക്കുന്ന സത്യപ്രതിജ്ഞ ലംഘനമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഒരു കോടതിയിൽ വെച്ചോ അല്ലെങ്കിൽ ജയിലിൽ രേഖാമൂലം അറിയിച്ചുകൊണ്ടോ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകളെ കാണാൻ കഴിയൂ എന്ന ഒരു കാര്യം ഇരിക്കെ എങ്ങനെ ഈ പ്രതിനിധിക്ക് അവിടെ പോയി കാണാൻ വേണ്ടി കഴിഞ്ഞു? അത് ഗുരുതരമായ വസ്തുതയായിട്ട് നമുക്കത് കാണണ്ടേ?
ഇങ്ങനെ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ജനപ്രതിനിധി ആർക്കാണ് ഇവിടെ ഒരു വിലയുള്ളത് നമ്മുടെ നാട്ടില്? എങ്ങനെ ഇത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക? ഇത് സത്യത്തിൽ ബഹുമാനപ്പെട്ട പി സി ജോർജ് പറഞ്ഞ പോലെ സാധാരണ ജനങ്ങൾ വെറും പുഴുക്കളെ പോലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പോയാൽ നമുക്ക് ആരെയാണ്, ഏത് ഭരണത്തിനെയാണ് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഏത് ഉദ്യോഗസ്ഥന്മാരെയാണ്, ഏത് ഭരണാധികാരികളെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സർക്കാർ. ശ്രീമതി കെ രമ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ സുധാകരൻ, നേരത്തെ ഉണ്ടായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യം ഒരുക്കിയത് എന്നതാണ് കെ രമയും സംശയം പ്രകടിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ അനുഭവം. ഞങ്ങളുടെ റിപ്പോർട്ടറും ക്യാമറാമാനും അവിടെ ചെല്ലുമ്പോൾ പോലീസ് വാഹനം വരുന്നു, പിന്നാലെ MLA-യുടെ വാഹനം വരുന്നു, പിറകെ CPM DYFI-യുടെ ഇതെന്ന് കരുതുന്ന ചില പ്രവർത്തകർ അവിടെ വരുന്നു. ഹോട്ടലിൽ ഇവർക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഒരു ടേബിളിൽ പ്രത്യേകിച്ച് ഇവർക്ക് ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് പോലീസ് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അതുതന്നെയല്ലേ കരുതേണ്ടത്? പ്രസാദ്, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് PC ജോർജ് പറഞ്ഞ ഒരു കാര്യത്തിലും ഞാൻ തന്നെ പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി, ഞാൻ ഈ അന്വേഷണത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വീഴ്ച വന്നു എന്ന് പറയുമ്പോഴും കുറെ കൂറുമാറിയ സാക്ഷികളെ വെച്ചുകൊണ്ട് ഈ കേസ് ദുർബലമായി എന്ന് പറയുന്ന വാദത്തോട് എനിക്ക് യോജിപ്പില്ല. ഈ സാക്ഷിമൊഴി മാറിയെന്ന് പറയുന്നതൊക്കെ അപ്രസക്തരായ സാക്ഷികളാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ പിഴവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ കൊല്ലിച്ച ആളുകൾക്ക് നേരെ നിയമത്തിന്റെ കുരുക്ക് വീഴും എന്ന് തന്നെയാണ് വിശ്വാസം. അതിനനുയോജ്യമായ രീതിയിൽ ആ കേസ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ സെക്കൻഡ് ഫേസിലേക്ക് പോയില്ല എന്നത് അതൊരു ദുരൂഹമായി തന്നെ നിൽക്കുന്നു. രണ്ടാമത്തെ, നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ ഉത്തരം പറയാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ഒരു ധാരണയോ ഒരു മറ്റോ ഉണ്ടാക്കിയിട്ടാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഇത് സാധാരണഗതി ഞാൻ ഇതുപോലുള്ള സംഭവങ്ങൾ എത്രയോ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പോലീസും അതുപോലെ തന്നെ CPM-ഉം തമ്മിലുള്ള ഈ അഭിഹിത ബന്ധത്തിന്റെ പുറത്ത് സാക്ഷികളെ കാണാനും സാക്ഷികളോട് സംസാരിക്കാനും സാക്ഷികൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ നിരവധി കേസുകളിൽ ഈ പോലീസ് ഇടതുപക്ഷ അനുഭവമുള്ള പോലീസുകാർ അത്തരം സാഹചര്യം ഉണ്ടാക്കിയ അനുഭവങ്ങൾ ഒരുപാട് എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവിലുണ്ട്. അതിലൊന്നായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇതിനെ ആഭ്യന്തരമന്ത്രി താങ്കൾ നേരത്തെ സൂചിപ്പിച്ച TP വധക്കേസ് അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം പെട്ടെന്ന് അവസാനിക്കാനുണ്ടായ കാരണങ്ങൾ, അതിന് പിന്നിലുള്ള ദുരൂഹത, അതിൽ നിന്നും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ താങ്കൾ മാറ്റി നിർത്തുമോ? അക്കാര്യത്തിലും അദ്ദേഹം ഇതേ വിഷയത്തിൽ എന്ന പോലെ നിരപരാധിയാണോ? ഞാൻ പ്രസാദന്റെ കാര്യം പറയാം. ഒരു കേസന്വേഷണത്തിന്റെ അകത്ത് ഘട്ടങ്ങൾ നിശ്ചയിക്കുന്നതും അന്വേഷണത്തിന്റെ മുറ നിശ്ചയിക്കുന്നതും ഒരിക്കലും ആഭ്യന്തരമന്ത്രിയല്ല. അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളും സ്വീകരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. ഒരു പക്ഷേ അതിനെ അപ്പുറത്തേക്ക് നിയന്ത്രിക്കാനുള്ള വിൽപവറോ ഇച്ഛാശക്തിയോ ഒരു പക്ഷേ ഉണ്ടാകാം. ശ്രീ കെ സുധാകരൻ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഈ കേസിന്റെ അന്വേഷണത്തിൽ പല വൻ സ്രാവുകളും വൻ മീനുകളും വലയിൽ കുടുങ്ങാതെ പോയി എന്ന ആക്ഷേപം ഉന്നയിച്ചത് അത് തന്നെയാണല്ലോ ഞങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്. അപ്പോ ആ വൻ സ്രാവുകളെ വലയിലാക്കാനുള്ള അന്വേഷണമായിരിക്കാം സെക്കൻഡ് ഫേസ് എന്ന് അദ്ദേഹം പോലീസും ആഭ്യന്തര വകുപ്പും കാണുന്നത്. ഇനി ആ സെക്കൻഡ് ഫേസ് അന്വേഷണം കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് അന്വേഷിപ്പിക്കാതെ അത് എങ്കിലും ചന്ദ്രശേഖരന്റെ കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വിചാരത്തിനനുസൃതമായും നടപടികളുമായി മുമ്പോട്ട് പോകാൻ സംസ്ഥാന UDF സർക്കാരിന് സാധിക്കണം, ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PS ശ്രീധരൻപിള്ള ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീധരൻപിള്ള, എന്താണ് യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരൻ വധത്തിന്റെ അന്വേഷണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ PC ജോർജ് ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് മുന്നണികളും തമ്മിലൊരു ധാരണയുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായി കേരളത്തെ അത് പരിശോധിച്ചാൽ അഴിമതി കേസുകളുടെ കഥകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഓരോ അഴിമതി കേസിലും എടുത്തോളൂ. അപ്പൊ ഇതിലെല്ലാം ഒരു ധാരണ പരസ്പരാശ്രിതരും പരസ്പര പൂരകങ്ങളുമാണ്. ഇപ്പൊ ഉദാഹരണം കോട്ടയം ബാങ്കിന്റെ അഴിമതി കേസ്, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നല്ലോ. അത് ഒരു ദിവസം മുഴുവൻ കോട്ടയത്തേക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് യാത്ര ചെയ്ത ആ യാത്രയില് അദ്ദേഹം അത് ഇഷ്യൂ ആക്കി. പണ്ട് ആ ഇഷ്യൂ ആക്കിയ അവസരത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി MLA ആണ് അതിലെ മുഖ്യപ്രതി. പിന്നെ എന്താ സംഭവിച്ചു? ആ കേസിൽ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിജിലൻസില് രേഖകൾ ഹാജരാക്കാതെ അവർ ഡിസ്ചാർജ് ചെയ്ത് പോയപ്പെട്ടു. ബ്രഹ്മപുരത്തിന്റെ കാര്യത്തിൽ എന്താ?
എസൻസ് ലാവലിന്റെ കാര്യത്തിൽ എന്താ? അപ്പൊ ഈ ഒരു കാര്യം ഒന്നത്. രണ്ടാമത്, ഇവിടെ കേരളത്തിൽ മാത്രമാണ് രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് പോലീസ്. CPM-നോടും UDF-നോടും LDF-നോടും ബന്ധപ്പെട്ട പോലീസ് സംവിധാനങ്ങൾ. അതുകൊണ്ട് ഇവിടെ ജയിലിലായാലും ശരി, തടവ് പുള്ളികൾ ജയിലില്ലേ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്താ കിട്ടാത്തത് മാർക്സിസ്റ്റുകാരായ തടവുകാർക്ക്? ഏത് ഭരണം വന്നാലും അവർക്ക് കിട്ടുന്നില്ലേ? മദ്യം വേണോ, ഇറച്ചി വേണോ, പാകം ചെയ്യണോ, എന്തും ചെയ്യാമല്ലോ. നമ്മൾ കണ്ടതല്ലേ. ശ്രീധരൻപിള്ള, റിമാൻഡിലുള്ള P. മോഹനൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി മടങ്ങും വഴി അല്ലെങ്കിൽ കൊണ്ടുപോകും വഴി ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കൊണ്ടെത്തിച്ചെടുത്ത് അതുവരെ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ? അതല്ല, MLA-യും അദ്ദേഹത്തിന്റെ ഭാര്യയുമായ ശ്രീമതി ലതിക അവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിടത്താണോ ഇവിടെ ചട്ടലംഘനം? നമ്മുടെ രാജ്യത്ത് അത് റിമാൻഡിലുള്ള തടവുകാരനായാലും ശരി, ജയിലിൽ അടയ്ക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട തടവുകാരായാലും ശരി, തടവുകാരെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ പെർമിഷൻ, ജയിലധികൃത പെർമിഷൻ, ഈ രണ്ട് പെർമിഷന്റെ അടിസ്ഥാനത്തിൽ അവരുമായി ആശയവിനിമയം നടത്താനും ഇടപഴകാനും അതൊക്കെ സുരക്ഷയോട് ബന്ധപ്പെട്ട് സുവ്യക്തമായ നിയമങ്ങളാണ്. പോലീസിന് അക്കാര്യത്തിൽ ഒരാളെ അനുവദിക്കാൻ, ഒരു തടവിലുള്ള ആളിന് ഇന്റർവ്യൂ കൊടുക്കാനോ മറ്റു കാര്യങ്ങൾ പോലീസിന് അധികാരമില്ല. പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചെയ്യാം. അപ്പൊ ഇവിടെ 100% ലംഘനമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തില് കുറെ കൂടെ ഒക്കെ പോലീസ് സംവിധാനങ്ങളിലും നമ്മുടെ ജയിൽ സംവിധാനങ്ങളിലും ലിബറൽ അപ്രോച്ച് ആയിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കീഴ്വഴക്കം എന്നുള്ള നിലയിൽ ഏത് പാർട്ടിക്കാരായാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും ജയിൽ വരുമ്പോഴേ, കോടതിയുടെ വരാന്ത നിൽക്കുമ്പോൾ. അതൊക്കെ പെർമിഷനോട് കൂടി അല്ലാണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് നിയമം. ആ നിയമത്തിൽ ഒരു റെസ്റ്റോറന്റിൽ പോയൊക്കെ ഭക്ഷണം കഴിക്കുമ്പം സാധാരണ തടവുകാരേക്കാൾ കുറച്ചുകൂടി അവര് പ്രിവിലേജ്ഡ് ക്ലാസ് ആയിട്ട് മാറുന്നു. അത് പാടില്ലാത്തതാണ്. ആ നിലക്ക് അത് ചട്ടലംഘനമുണ്ട്. ഇനി ഒരു പെട്ടെന്നൊരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വന്നതാണെന്നുള്ള അത് ആണെങ്കിൽ ചിലപ്പോൾ കുറെ കണ്ണടക്കേണ്ടി വരും. അത് നിയമ ചട്ടലംഘനമാണെങ്കിലും കണ്ണടയ്ക്കുന്ന സംഭവം. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ CPM-കാർ കേരളത്തിൽ ജയിലിലായാലും ശരി, തടവിലായാലും ശരി, യാത്ര ചെയ്യുമ്പോഴായാലും അവരൊക്കെ പ്രിവിലേജ്ഡ് ക്ലാസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ശ്രീധരൻപിള്ള, വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ വേണു, ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ഗതി ഇങ്ങനെയാവുന്ന ഒരു ഘട്ടത്തിൽ സർക്കാരുമായി ഏത് രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇനി നിങ്ങൾ ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നത്? CBI അന്വേഷണം മാത്രമാണോ ഇതിനുള്ള പോംവഴി? RMPയുടെ ആശങ്കകൾ എങ്ങനെയാണ് അറിയിക്കാൻ പോകുന്നത്? ഒന്ന്, ഇതിൻ്റെ ഉന്നത നേതൃത്വത്തിൽ ഈ കേസന്വേഷണം എത്താൻ CBI അന്വേഷണം എന്ന് ഞങ്ങൾ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കേസിൻ്റെ കുറ്റപത്രം ആകെ ദുർബലമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. വളരെ ശക്തമായ രൂപത്തിൽ വിചാരണ കോടതിയിൽ കുറ്റപത്രത്തിൻ്റെ വ്യക്തത വരുത്താനും അതേപോലെ കേസിൻ്റെ അന്തിമഘട്ടം എത്തുമ്പോഴത്തേക്കും ഈ കേസിലെ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വാദഗതികൾ ബലപ്പെടുത്താൻ പ്രോസിക്യൂട്ടർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കേസിൻ്റെ അന്തിമവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൻ്റെ ഉന്നത ലീഡർഷിപ്പിനെ സംബന്ധിച്ചുള്ള അന്വേഷണം CBIക്ക് വിടണമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെ പ്രശ്നം കേസിലെ പ്രതികൾക്ക് അസാധാരണമായ രൂപത്തിലേക്കുള്ള സൗകര്യങ്ങൾ ജയിലിലും പുറത്തും ഉണ്ടാകുന്നു എന്നതാണ്. ഇത് ഈ കേസിലെ പ്രതികൾക്ക് ഇപ്പോൾ മോഹൻ മാസ്റ്ററുടെ മാത്രം പ്രശ്നമല്ല. പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള കുഞ്ഞനന്തനും കാരായി രാജനും ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കോഴിക്കോട്ടെ വിചാരണ കോടതിയിൽ വരുന്ന വഴിയിലാണ് തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവർക്ക് CPM നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ വേണ്ടിയുള്ള അവസരം ഒരുക്കിയത്. ഇവിടെ P. മോഹനൻ മാസ്റ്റർക്ക് ഒരു സ്വകാര്യ റെസ്റ്റോറൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും MLA-യുമായ ലതികയും പാർട്ടി നേതാക്കന്മാരും ഒന്നായി ഇരുന്നു കൊണ്ട് ചർച്ച നടത്താൻ അനുവദിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതികൾക്ക് ജയിൽ ഒരു സുഖവാസ കേന്ദ്രം പോലെയാണ്. ഇത്തരത്തിൽ ജയിലിൽ ഇവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? ജയിൽ അധികൃതർ തന്നെയാണ്. അതിന് ആഭ്യന്തര വകുപ്പ് അതിനെ സംബന്ധിച്ച് വളരെ ശക്തമായി ഇടപെടണം. ജയിലിൽ വളരെ കൃത്യമായി മൊബൈൽ ഫോണിൽ പുറത്തുനിന്നുള്ള ആളെ വളരെ കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതികളിൽ എല്ലാവരും. അതുപോലെ അവിടെ അവരുടെ ഭക്ഷണ സൗകര്യങ്ങൾ, മദ്യം, അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ജയിൽ അധികൃതർ ചെയ്തു കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ പ്രതികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ CPM-മായി ബന്ധപ്പെട്ട ജയിൽ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ധൈര്യപ്പെടുന്നത് എന്ന കാര്യം അവിതർക്കിതമാണ്. അതുകൊണ്ട് 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൽക്കാലം സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈ കേസിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ രാഷ്ട്രീയ രംഗത്ത് CPM-ന്റെ ഇത്തരം ആളുകളെ സഹായിക്കുന്ന UDF-ലെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സമഗ്രമായ അന്വേഷണം ഈ മോഹനൻ മാസ്റ്ററും ലതികയും അതുപോലെ പാർട്ടി നേതാക്കളും തമ്മിൽ കോഴിക്കോട്ട് വെച്ച്
സ്വകാര്യ റെസ്റ്റോറന്റിൽ നടന്ന കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും താങ്കൾ പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു വലിയ വീഴ്ചയായിട്ടല്ല, കുറ്റപത്രം ഉൾപ്പെടെയുള്ളതെല്ലാം സുശക്തമാണ് എന്ന് തന്നെ വാദിക്കുമ്പോൾ പോലീസിലും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നത് മാത്രമാണോ താങ്കളുടെ പരാതി? കുറ്റപത്രത്തെ സംബന്ധിച്ചുള്ള കേസ് അന്തിമമായി കോടതിയിൽ അതിന്റെ വാദം നടക്കുമ്പോൾ കുറ്റപത്രം സംബന്ധിച്ചുള്ള ഒരു പരിശോധന ഈ അവസ്ഥ നടത്തുന്നില്ല. അത് വിധി വരട്ടെ, അതിനുശേഷം ഈ കുറ്റപത്രത്തെയും അതിന്റെ അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങൾ പിന്നീട് പറയാം. പക്ഷെ ഇവിടെ ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ പ്രതികൾക്ക് നൽകുന്ന സൗകര്യങ്ങൾ സംബന്ധിച്ച് ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പിനും വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കട്ടെ, ഇതിന് ആഭ്യന്തരമന്ത്രിയാണോ ഇതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രി ഏറ്റെടുക്കണോ? തീർച്ചയായും ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറാകണം എന്ന ഡിമാൻഡ് കൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ശ്രീ കെ സുധാകരൻ, ഇന്ന് താങ്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായല്ലോ. അദ്ദേഹത്തെ താങ്കൾ എന്ത് നിലപാടാണ് അദ്ദേഹത്തെ ധരിപ്പിച്ചത്? ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടാമെന്നാണ് അദ്ദേഹം താങ്കൾക്ക് ഉറപ്പ് നൽകിയത്? ഈ വിഷയത്തിന്റെ അകത്ത് ചന്ദ്രശേഖരന്റെ കുടുംബത്തിന്റെയും അതുപോലെ അവരുടെ പാർട്ടിയുടെയും അതുപോലെ തന്നെ മറ്റുള്ള കോൺഗ്രസ് UDF നേതാക്കന്മാരുടെയും ഇംഗിതം അനുസരിച്ച് അത് CBIക്ക് അന്വേഷണം കൊടുക്കാനുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ആലോചിക്കാമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് നടക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വകുപ്പിന്റെ അകത്തുള്ള ഉദ്യോഗസ്ഥന്റെ വീഴ്ച, ആ വീഴ്ചകളെ ന്യായീകരിക്കുകയല്ല ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം. ആ വീഴ്ചക്ക് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ നടപടിയെടുത്ത് മാതൃകാപരമായി ശിക്ഷിച്ച് അത്തരമൊരു വീഴ്ച വരാതിരിക്കാനുള്ള പഴുതുകൾ അടക്കുകയാണ് ഒരു ഭരണാധികാരിയുടെ ആവശ്യം, ഒരു ഭരണാധികാരിയുടെ ഏറ്റവും നല്ല ലക്ഷണം. ആഭ്യന്തര വകുപ്പിൽ അത് നടക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വീഴ്ച വന്നിട്ടുണ്ട്, വീഴ്ച വന്ന വീഴ്ചകളൊക്കെ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നതിന് പകരം ആ വീഴ്ചകളാണ്, അത്തരം വീഴ്ചകൾ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള കർശനമായ നിലപാട് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിരുന്നു എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുപോലുള്ള കുറ്റകരമായ ചട്ടലംഘനം നടത്താൻ അവർക്കൊരിക്കലും ആ പ്രേരണ കിട്ടുമായിരുന്നില്ല. അവരൊരിക്കലും തയ്യാറാകുമായിരുന്നില്ല. ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. തിരുത്തേണ്ടവർ തിരുത്തണം. തിരുത്താനുള്ള നട്ടലും തിരുത്താനുള്ള ചങ്കുറ്റവും കാണിക്കണം. അതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ശ്രീ കെ സുധാകരൻ, അപ്പോൾ CBI അന്വേഷണം ഉണ്ടാകും, അക്കാര്യം മുഖ്യമന്ത്രി ഏതാണ്ട് താങ്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്? അദ്ദേഹം അനുകൂലമായി ആലോചിക്കാം എന്ന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞത്. അനുകൂലമായി ആലോചിച്ചു, തീരുമാനിച്ചു, ഉറപ്പ് എന്നൊന്നും ഞാൻ അതിനെ വിളിക്കുന്നില്ല. പക്ഷെ അനുകൂലമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ അനുകൂലമായിരുന്നു. എനിക്ക് അതിനകത്ത് ആശങ്കയില്ല. വളരെയധികം ശ്രീ കെ സുധാകരൻ, N. വേണു, KK രമ, അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തു.